അലക്സ് അവിടെ ഒന്ന് നിന്നേ. ഈ നിൽക്കുന്നവൻ അറിയാവുന്നു. ഇവനെ അറിയാവുന്നു, പറയടാ. അറിയത്തില്ലടാ, പറ. എന്റെ മകനാ സാറേ. സ്വന്തം മകനെ കണ്ടിട്ട് അറിയാത്ത പോലെ തിരിഞ്ഞു നടന്ന നിന്റെ അഭിനയം കലക്കി. മിടുക്കന. അലക്സേ, ഇവൻ വന്ന ബൈക്കിനും CCTV കണ്ട ബൈക്കിനും സാമ്യമുണ്ടല്ലോ. പിന്നെ സെക്യൂരിറ്റിയെ ആക്രമിച്ചത് കണ്ട ഏക ദൃക്സാക്ഷി അലക്സാണ്. എന്തു പറയുന്നു? ആക്രമണത്തിനിടയിൽ സെക്യൂരിറ്റി അതിലൊരാളുടെ കഴുത്തിൽ പിടിച്ചതായി നീ മൊഴി കൊടുത്തിട്ടുണ്ടല്ലോ. ഉണ്ട് സാറേ. എങ്കിൽ അയാൾ പിടിച്ച ഇടതേ കൊണ്ടാണോ അതോ വലതേ കൊണ്ടാണോ? വ്യക്തമായിട്ട് ഓർമ്മയില്ല. ഇപ്പൊ പറഞ്ഞത് കള്ളമാണെന്ന് മനസ്സിലായി, പക്ഷെ കാര്യമില്ല. ദേ, ഇവന്റെ കഴുത്തിൽ നഖം കൊണ്ട് മുറിഞ്ഞ പാടുണ്ട്. നിന്റെ മൊഴിയും ഇതും തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ കുറ്റവാളിക്കെതിരെയുള്ള ദൈവത്തിന്റെ കയ്യൊപ്പായിരിക്കുമെന്ന്. നാളെ ഫോറൻസിക് റിപ്പോർട്ട് വരും. അയാളുടെ നഖത്തിനിടയിലുള്ളത് ഇവന്റെ മാംസമാണെങ്കിൽ നീ നന്നായിട്ട് വിയർക്കേണ്ടി വരും. ഈ കേസിന്റെ അന്വേഷണ ചുമതല എനിക്കാണ്. നീ ഇപ്പൊ പോ. എന്തായി? ഞാൻ എൻ്റെ മോനെ കണ്ടു. ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയാണോ നിങ്ങൾ ഇത്ര നാൾ എൻ്റെ മോനെ നിന്ന് മറച്ചു വെച്ചത്? ഇങ്ങനെ കാണാൻ വേണ്ടിയാണോ ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത്? ഒരു വാക്കെന്നോട് പറയായിരുന്നില്ലേ? എന്നാടാ അലക്സേ ആലോചിക്കണേ? മനസ്സിന്റെ നിയന്ത്രണം വിട്ടുപോകുന്നത് പോലെ എൻ്റെ മോന്റെ കാര്യം ആലോചിക്കുമ്പോൾ. അവനൊന്നും സംഭവിക്കുകയില്ലടാ. ജയിലിൽ നിന്ന് വരണ്ടായിരുന്നു. അകത്ത് കിടക്കുന്നതിനേക്കാളും കട്ടമാ പുറത്ത്. പോയിട്ടെന്തായടാ? ഞാൻ ഈ മൊബൈലേ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മൊബൈൽ ഷോപ്പിൽ കൊടുത്ത് ലോക്ക് തുറന്നു. അതിൽ നിന്ന് കിട്ടിയ നമ്പറുകളാ. ആകെ 2 നമ്പറുകളാ തുടരെ വിളിക്കുന്നത്. ശരിയാ. ഇവ സംഭവം നടന്നതെന്നും പിറ്റേന്നും പല തവണ വിളിച്ചിട്ടുണ്ട്. ഏതാണ്ട് 12 തവണ. എന്റെ വീട് കണ്ടുപിടിച്ചോ? ചിറ്റാറ്റുമുക്ക് പള്ളി പരിസരത്തൊക്കെ അന്വേഷിച്ചു. അവിടെ 2 പേര് ഷൈൻ്റെ സ്കൂളിൽ പഠിക്കുന്നവരാണ്. അതിലൊരാൾ പെൺകുട്ടിയാണ്. മറ്റാളോ? ഇല്ല. അതൊരു പോലീസുകാരന്റെ വീടായതുകൊണ്ട് ഞങ്ങൾ തിരികെ പോന്നു. വെറുതെ നമ്മളായിട്ട് എന്തിനാ അല്ലേ? അവന്റെ പേര് ബിനോയ് എന്നാണ്. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മോനും ഈ ബിനോയും ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കാൻ വരാണ്. സാറേ. എന്നാടാ സ്വാധീനിക്കാൻ വന്നതാ? അല്ല, ഞാൻ സാറേ ഒന്ന് കാണാൻ വന്നതാ. സാറ് പറഞ്ഞല്ലോ കുറ്റവാളികൾക്കെതിരെയുള്ള ദൈവത്തിന്റെ കയ്യൊപ്പെന്ന്. ഇതാ ഈ കേട്ടോണ്ടിരിക്കുന്ന അതാ സാറേ. സാറേ, സംഭവ ദിവസം ബൈക്കിൽ വന്നവരിൽ ഒരാളുടെ പോക്കറ്റിൽ നിന്ന് നിലത്ത് വീണ് കിട്ടിയ മൊബൈലിലേക്ക് രാവിലെ മുതൽ കൃത്യം നടക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് വരെ തുടർച്ചയായി വന്ന കോളുകളുടെ ലിസ്റ്റായിരുന്നു. അടുത്ത ദിവസം സെക്യൂരിറ്റിയുടെ മരണവാർത്ത അറിഞ്ഞതിന് ശേഷവും ഇതിന്ന് കോൾ വന്നിട്ടുണ്ട്. ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചോട്ടെ സാറേ,
സാറ് പറഞ്ഞതുപോലെ മരണപ്പെട്ട സെക്യൂരിറ്റിയുടെ വിരൽ നഖത്തിലുള്ള മാംസം എൻ്റെ മകൻ്റെ കഴുത്തിൽ നിന്നുള്ള മുറിവിൽ നിന്നാണെങ്കിൽ ഉറപ്പായിട്ടും അവൻ പ്രതിയാകും. അങ്ങനെയാണെങ്കിൽ അവൻ്റെ കൂടെ വന്ന അയാളുടെ ചവിട്ടേറ്റാണ് സെക്യൂരിറ്റി ചുവരിൽ തലയടിച്ച് മരണപ്പെട്ടത്. എല്ലാത്തിനും ഒരേ ദൃക്സാക്ഷി ഞാൻ മാത്രം. കൂട്ടുപ്രതി ആരാണെന്ന് സാറിനിപ്പോൾ മനസ്സിലായി കാണുമല്ലോ. നീ ആരാടാ പോലീസിന് അന്വേഷണം പഠിപ്പിക്കും? ഞാൻ അന്വേഷണം പഠിപ്പിക്കുന്നതല്ല സാറേ, എൻ്റെ മകനെ എനിക്ക് രക്ഷിക്കണം, അതും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥനായ സാറിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഒരു തടവുകാരൻ പറയുന്നതായിട്ട് കാണണ്ട, ഒരു അച്ഛൻ്റെ അപേക്ഷയായിട്ട് കണ്ടാൽ മതി. ശരിയായിട്ടുള്ള അന്വേഷണം നടന്നാൽ നമ്മുടെ കുട്ടികൾ കൊടുക്കുന്നു സാറേ. അവരെ ജയിലിലേക്ക് വിടരുത്. ജയിലിലെ ബുദ്ധിമുട്ടുകൾ അറിയാവുന്ന ഒരുത്തനാണ് ഞാൻ, അതുകൊണ്ടാണ് ഞാൻ